ഇന്ന് സാമ്പാർ ചീര വെച്ചിട്ട് നല്ല ഒരു ചീര കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ് സാമ്പാർ ചീര. ഇത് നമ്മളുടെ വീട്ടിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളുടെ സാമ്പാർ ചീര എവിടെയാണ്. അപ്പം നമുക്ക് അത് വെച്ചിട്ടേ നല്ലൊരു കറി ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ സാമ്പാർ ചീര. ഈ സാമ്പാർ ചീരയും തക്കാളിയൊക്കെ വെച്ച് നമുക്ക് നല്ല ഒരു ചീര കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചീര. ഇത് കുറച്ച് ഇട്ടാൽ മതി, നല്ല കൊഴുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചീര ഞാൻ നന്നായി വെള്ളത്തിലിട്ടു, ഇതൊന്ന് കഴുകിയെടുത്തു. ഇനി ഇത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. ചീരയുടെ ഇല ഞാൻ ചെറുതായി കട്ട് ചെയ്തു. കുറച്ച് ചീരയുടെ ഇല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള കറിയായ കാരണമാണ് കേട്ടോ. ഈ ചീരയ്ക്ക് നല്ല ഗുണമുണ്ട്, പക്ഷെ ചെറിയൊരു ദോഷമുണ്ട്. അധികം ചീരയുടെ ഇല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല കൊഴുപ്പാണ്. അപ്പം ഇത്രേ വേണ്ടു. ഒരു മഷിത്തണ്ട് ചെടി പോലെയാണ് ഇതിൻ്റെ ഇല. കുറച്ച് കൊഴുപ്പുണ്ട്. ഇങ്ങനെ ഇല ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കട്ടിയുണ്ട്, ഒരു കൊഴുപ്പുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസൂർ ദാൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സവാള, ഒരു തക്കാളി. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണതാണ് കേട്ടോ. എല്ലാ ചീരക്കറിയിലേക്കും ഞാൻ സവാളയും തക്കാളിയും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഒരു ചെറിയ പുളിരസം ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർ പണ്ടത്തെ രീതിയിൽ തന്നെ ചീര വെക്കാറുണ്ട് എരിശ്ശേരി. അതായത് വെറും പരിപ്പും ചീരയുടെ ഇലയും മാത്രം ഇട്ടിട്ട്. മുരിങ്ങയുടെ ഇലയൊക്കെ നമ്മളങ്ങനെ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ തക്കാളി ഇടാറുണ്ട്. എനിക്കിഷ്ടമാണ് തക്കാളി ഇടുന്നത്. അതുകൊണ്ട് നമുക്കൊരു ദോഷവുമില്ല, ഗുണം തന്നെയുള്ളൂ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 1.25 ടീസ്പൂൺ മുളക് പൊടി, വെള്ളം ഒഴിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ. എരിശ്ശേരിക്ക് വേണ്ട തേങ്ങ, സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലതാട്ടാ. കുറച്ച് ജീരകം. ഇത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇതാ ഉടഞ്ഞിട്ടുണ്ട്, നല്ല കൊഴുപ്പുണ്ട്. അപ്പോൾ ഞാൻ അരപ്പ് തിരിക്കാൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് ഈ ഗ്യാസ് അങ്ങോട്ട് കത്തിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് ഒന്നങ്ങോട്ട് ബോയിലാവാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചീരക്കറി ഇവിടെ ബോയിലായി. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ പാൻ ചൂടായി. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇതിലേക്ക് കടുകും മുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയാൽ ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി മൂപ്പിച്ചാലേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. പണ്ട് പ്രണോയുടെ ചെറിയ കുട്ടിയാകുമ്പോഴേ ചീരയുടെ ഇല ഉണ്ടെങ്കിലേ പ്രണോയ് ഊണ് കഴിക്കുള്ളൂ. അങ്ങനെയായിരുന്നു. അവന് അത്രയും ഇഷ്ടമാണ് ചീരയുടെ ഇലയും പുളിയില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെ തൈരും. അത്ര ഇഷ്ടമാണ്. അത് വെക്കുമ്പോൾ എപ്പോഴും എനിക്ക് പ്രണോയിനെയാണ് ഓർമ്മ വരിക. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഇത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് അങ്ങോട്ട് വറുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീര എരിശ്ശേരി ഇവിടെ റെഡി. ഇത് നമുക്ക് ചപ്പാത്തിക്ക് എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഊണഴിക്കാനും ഒക്കെ. ഇത് കുറച്ച് നേരം ഇതിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്കാണ് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. സാമ്പാർ ചീര നമ്മളുടെ വീട്ടിൽ വെറുതെ മുളയ്ക്കണതാണ്. അത് പ്രത്യേകിച്ച് കുഴിച്ചിടൊന്നും വേണ്ട, അതിന് പ്രത്യേകിച്ച് വളവും ആവശ്യമില്ല. നല്ലതാണ് ഈ സാമ്പാർ ചീര. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടംപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കണോ. എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചീരക്കറി ഒരു ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഊണ് കഴിക്കാം. ഇന്ന് ഊണ് കഴിക്കാനുള്ള വിഭവം ചീരക്കറി, മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ രണ്ടിൻ്റെ സീസണാണ്. ചീരയുടെ സീസണുമാണ്, മാമ്പഴത്തിൻ്റെ സീസണുമാണ്. ഇത് രണ്ടും കൂടിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒപ്പം പപ്പടവും വേണം. മീൻ വറുത്തുണ്ടെങ്കിൽ ബഹുകേമായി. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് തന്നെ അടുത്തന്നെ വരാട്ടോ, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ചീര എരിശ്ശേരി നല്ല ടേസ്റ്റ് അല്ലേ? നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുളകൊക്കെ കുറച്ചിട്ടിട്ടുണ്ടാക്കിയ കുട്ടികൾക്കും ഇഷ്ടാവും. നല്ല തൈരൊക്കെ കൂട്ടി കഴിച്ച്
അതാണ്ട് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ തടികിട് പോരും. നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല നല്ല പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. ദൈവം അതിന് എനിക്ക് ആരോഗ്യവും ആയുസ്സും തരട്ടെ. ഒപ്പം നിങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം ആശംസിക്കുന്നു കേട്ടോ. നമ്മളുടെ വെറ്റില കണ്ടോ, നിറയെ ഇവിടെ വെറ്റിലയായിരുന്നു കേട്ടോ. ആ വെറ്റിലയൊക്കെ ഞാൻ മുറിച്ചു. എനിക്ക് വെറ്റില മുറിച്ച് കളയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, എന്നാലും ഇത് അവിടെ പെട്ടെന്ന് വളർന്നു. സുനിയേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നാണ് ഈ വെറ്റില. അപ്പം പിന്നെ വെറ്റിലൊക്കെ ഒട്ടും ക്ഷാമല്ല. പണ്ടൊക്കെ വീടുകളിൽ മുറുക്കണ ആൾക്കാരുണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പോഴത്തെ വീടുകളിലൊന്നും ആരും മുറുക്കില്ല. കടകളിലൊക്കെ വെറ്റില കൊണ്ട കൊടുക്കുകയൊക്കെ ചെയ്യും ആൾക്കാർ. നമ്മളതിനൊന്നും ശ്രമിക്കാറില്ല. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എൻ്റെ ബന്ധുവീടുകളിലേക്കൊക്കെ ഞാൻ ഓരോ വെറ്റിലയുടെ പീസ് കൊടുത്തു. അവിടെയൊക്കെ വെറ്റില ഇപ്പോൾ വളർന്നിരിക്കണം. അപ്പോൾ വെറ്റില വീടിൻ്റെ മുന്നിൽ വെച്ചാൽ സമൃദ്ധിയാണെന്നാണ് പറയുക. അതുകൊണ്ടാണ് ഞാൻ വീടിൻ്റെ മുന്നിൽ വെറ്റില വെച്ചത്. പിന്നെ ഞാൻ എൻ്റെ റംബൂട്ടാനിലേക്കൊക്കെ പടർത്തി കൊടുത്തിട്ടുണ്ട്. എൻ്റെ റംബൂട്ടാനാണെങ്കിലോ നല്ലോണം ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം. കാണുമെന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഞാനൊരു പകലത് നന്നായിട്ട് കാണിച്ചു തരണ്ടേ കേട്ടോ.